കണ്ണൂരിൽ ഗൾഫിലേക്ക് കൊടുത്തുവിടാനിരിക്കുന്ന അച്ചാർ കുപ്പിയിൽ MDMA-യും ഹാഷിഷ് ഓയിലും. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തന്തയില്ലാത്ത പണി കാണിക്കുന്ന പരനാറികളോട് ഞങ്ങൾക്ക് പറയാനുള്ള എന്താണെന്നറിയോ? ഈ ഒരു സാധനം ഉണ്ടല്ലോ, അച്ചാറ്, ഇത് നിങ്ങൾക്ക് വെറും അച്ചാറാവും. ഞങ്ങൾക്ക് കുബൂസിൻ്റെ കൂടെയൊക്കെ ഈ അച്ചാറ് കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ചില സമയത്ത് എന്താകുക, ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. നാട്ടിൽ നിന്ന് ആകെ 20 കിലോ ലഗേജേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കയ്യും കാലും പിടിച്ചിട്ടാണ് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോടും അടുത്ത ബന്ധുക്കളോടും കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ടുള്ള ആളുകളോടൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരിത്തിരി ബീഫോ അതേപോലെ തന്നെ ഇതേപോലെ അച്ചാറൊക്കെ കൊണ്ടുതരാൻ വേണ്ടി പറയുക. അതില്ലാണ്ടാക്കുന്ന തന്തയില്ലാത്ത പണി ചെയ്യുന്ന പരനാറികളോട് പറയാനുള്ളത്, കഞ്ചാവും പിന്നെ കറുപ്പും മറ്റേതും മറിച്ചതൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആ കൊണ്ടുവരുന്നവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഗൾഫിലുള്ള എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ് നാട്ടിൽ നിന്നാണ് പിടിക്കുന്നതെങ്കിൽ 1-2 മാസം കൊണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ നിയമമാണല്ലോ, പുറത്തിറങ്ങാൻ പറ്റും. പക്ഷേ ഗൾഫിൽ വന്നിട്ടാണ് ഓനത് പിടിക്കുന്നതെങ്കിൽ ഓൻ്റെ ജീവിതകാലം മുഴുവൻ തീർന്നില്ലേ, ഉള്ളിലായില്ലേ, ഒരാൾക്കും ഇറക്കാൻ പറ്റില്ല. ഇതും കൂടെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പരനാറികൾക്ക് സമാധാനമാവും. വല്ലാത്തൊരവസ്ഥയാണ്. ഓന് ജീവിതകാലം മുഴുവൻ ഇവിടെ ഉള്ളിൽ കിടക്കണം. നാട്ടിൽ പിടിക്കപ്പെട്ടാൽ 1-2 മാസം കൊണ്ടൊക്കെ വാർഡ് മെമ്പറോ MLA അല്ലെങ്കിൽ പിന്നെ മന്ത്രിയോ ആരെങ്കിലും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇടപെട്ടിട്ട് ഓരങ്ങോട്ട് ഇറക്കും. എന്നാൽ ഇവിടെ ഇറക്കാൻ ഒരു ചെറ്റകളും ഉണ്ടാവില്ല. ഉള്ളിൽ കിടക്കേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും.